ഇനി രണ്ടാമത്തെ പരാതി അത് വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എത്ര മനുഷ്യത്വരഹിതമായിട്ടാണ്. ഇപ്പൊ നോക്കൂ, യാതൊരു പ്രതിരോധവും മുന്നോട്ട് വെക്കാൻ കഴിയാതെ വീട്ടുകാരടക്കം അറിഞ്ഞ അനുവാദം നൽകിയ ഒരു ബന്ധത്തിൽ ആ സുഹൃത്തിനെ കാണാൻ സമ്മതിച്ചെന്നൊരു കാര്യം മാത്രം ചെയ്തൊരു പെൺകുട്ടിയോട് 23 വയസ്സുള്ളൊരു പെൺകുട്ടിയോട് ചെയ്ത ക്രൂരതകളുടെ കണക്കാണ് പറയുന്നത്. മനുഷ്യൻ എന്ന നിലയ്ക്ക് പോലും നിലനിൽക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നേതാവായി തുടരാൻ കഴിയുക? തീർച്ചയായിട്ടും ഞാൻ ആ രണ്ടാമത്തെ പെൺകുട്ടിയുടെ അതിജീവിതയുടെ പരാതി വായിച്ചിരുന്നു. ആ പരാതി എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതും അവിശ്വസനീയവുമായ ഒരു പരാതി എന്ന് പറയാം. അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും ക്രൈം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തി പൊതുമണ്ഡലത്തിൽ ഒരു വിധത്തിലും പ്രവർത്തിക്കാനോ ഒരു യോഗ്യനല്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് ആ ഒരു ഇത് വായിക്കുമ്പോൾ, ആ ഒരു പരാതി വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അതായത് 23 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ് ഇപ്പോൾ ആ പരാതി അയച്ചിരിക്കുന്നത്. 2 വർഷം മുമ്പാണ് ഇത് നടന്നത് എന്ന് പറയുന്നു. അപ്പോൾ 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് അതിൽ പോലും ചില ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ആ കുട്ടി എന്തിനു പോയി, എന്തിന്, വളരെ മോശമായ ലാംഗ്വേജിലൊക്കെ ആളുകൾ പറയുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി, ആ പെൺകുട്ടി എന്തുമാത്രം ഇതൊക്കെ ചിന്തിക്കുമെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. തീർച്ചയായിട്ടും വിവാഹം കഴിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ അതിന് മുമ്പായി നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കണം, സ്വകാര്യമായി ഇരുന്ന് സംസാരിക്കണം എന്ന്, അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ സംസാരിക്കണം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും ഒരു വലിയ പൊതുപ്രവർത്തകനാകുമ്പോൾ അദ്ദേഹത്തിന് വളരെ പബ്ലിക് പ്ലേസിൽ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റില്ല, കുറച്ച് പ്രൈവറ്റായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അത് വിശ്വസിച്ച് ഒരു പൊതുപ്രവർത്തകനാണ്, അതുകൊണ്ട് അത്തരത്തിലൊരു മോശം പ്രവൃത്തിയൊന്നും ഉണ്ടാവില്ല, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്, അതുമാത്രമല്ല ഫാമിലി ആയിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നതുമാണ്. അപ്പോൾ ആ കുട്ടി സ്വാഭാവികമായിട്ടും ആ കുട്ടി അത് വിശ്വസിച്ച് പോയി ആ മുറിയിലെത്തുമ്പോൾ ആ പെൺകുട്ടിയെ കടന്നാക്രമിച്ചു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. അതായത് അപ്പോൾ തനിക്ക് താല്പര്യമില്ല, താൻ അതിന് ഓക്കെ അല്ല എന്ന് പറയുമ്പോൾ പോലും ഇതൊക്കെ സാധാരണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് കടന്നു കയറി എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ പല ലൈംഗിക പരാതികളും നമ്മുടെ മുന്നിലുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആയാലും പലതും. പക്ഷേ സമാനതകളില്ലാത്ത, നമുക്ക് സമാനമായി കാണാൻ കഴിയാത്ത അത്രയും ക്രൂരതയാണ് ഈ വ്യക്തിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതായത് ഇത് കേവലം ഒരു പെൺകുട്ടി നേരിടുന്ന പ്രശ്നമോ ഒന്നോ രണ്ടോ പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നമല്ല, പല പെൺകുട്ടികളും ഈ രീതിയിൽ അതിക്രമത്തിനും ഈ നിലയിലുള്ള മാനിപ്പുലേഷനിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട്, വീണ് പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഇതൊരു സമാനതകളില്ലാത്ത ക്രൂരതയാണ്. സമൂഹത്തിൽ നിലനിൽക്കാൻ ആ വ്യക്തി ഒരു വിധത്തിലും അർഹിക്കുന്നില്ല. എന്നിട്ട് പോലും ഇതിൻ്റെ കാര്യങ്ങൾ പലരും അറിഞ്ഞിട്ട് പോലും ഇയാളെ കൂടുതൽ വലിയ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളൊരു വലിയൊരു തെറ്റുകൂടി അവിടെ സംഭവിച്ചിട്ടുണ്ട്. ശരി.